ഹലോ, ഒരുപാട് ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നൊരു കേക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. റാണി ചേച്ചിയായിരുന്നു നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 kg വെയിറ്റ് വന്നിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ. കസ്റ്റമൈസേഷൻ ഒന്നും ആയിരുന്നില്ല. ഒന്നില്ലെങ്കിൽ സ്ക്വയറിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ ആ ഒരു റിക്വയർമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ 2 പിക്ചർ അയച്ചു കൊടുത്തു. അതിൽ ചേച്ചി ചൂസ് ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ അയച്ചു കൊടുത്തതാണ്. ഈ ഒരു ഡിസൈൻ തന്നെ ചൂസ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ആൾ അതന്നെ സെലക്ട് ചെയ്തു. നമ്മൾ സ്ക്വയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്ക്. ടോപ്പിൽ ഒരു പോർഷനിൽ മാത്രമായിട്ട് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റെഡും വൈറ്റും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം ബീഡ്സ് ഉണ്ട്. ഗോൾഡിൻ്റെ സ്മോൾ സൈസും ബിഗ് സൈസ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ കുറച്ച് ലീഫും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോർഷനിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഞാൻ 2-3 ആൾക്കാർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ആരെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ എന്ന്. പിന്നെ സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന ഫംഗ്ഷനൊക്കെ ആണല്ലോ നോർമലി സ്ക്വയർ കേക്കൊക്കെ ഓർഡർ ചെയ്യാറ്. എനിക്ക് പൊതുവേ റൗണ്ടാണ് കൂടുതലും കിട്ടാറ്. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പോൾ തന്നെ ഏകദേശം ആ ലുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു എഡ്ജിൽ കുറച്ചധികം തന്നെ വൈറ്റ് ഷുഗർ ബോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്മോൾ സൈസിൽ വരുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഈ ഒരൊറ്റ ഡിസൈൻ അതിൽ കൊടുക്കുന്നുണ്ടല്ലോ കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു ബോർഡറാണ് ഷെൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം കളറിലാണ് നമ്മൾ കേക്ക് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലാണ് കേട്ടോ. പിന്നെ അതിൽ നമുക്ക് റൈറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. റൈറ്റിംഗ് കുറച്ച് ടാസ്ക് ആണ്. ഇത്രയും ഭംഗിയുള്ള കേക്ക് ചെയ്തിട്ട് എൻ്റെ റൈറ്റിംഗ് വരുമ്പോൾ കുറച്ച് മോശമായി പോകുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 30th ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സിന്ധു ആൻഡ് ചന്ദ്രബാബു എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പം നമ്മളത് റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈയൊക്കെ നന്നായിട്ട് വിറച്ചു കേട്ടോ. ഇത്രയും സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോടെ ചെയ്യുന്നൊരു കേക്ക് ആയതുകൊണ്ടായിരിക്കും സാധാരണ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ബോറായിട്ടായിരുന്നു കേട്ടോ റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.